കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ലീവ് ചെയ്യാറുണ്ട്. സോ ഡോണ്ട് ലീവ്. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു മെഡിറ്റേഷൻ? അടിപൊളിയില്ല? എങ്ങനെ ഉണ്ടായിരുന്നു? ഹവാസ്? ഓക്കെ, താങ്ക് യു സോ സൂപ്പർ. മച്ച്. സൂപ്പറാണ്. ഓക്കെ, നിങ്ങൾ ഇത്രയും ദിവസം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തതിന്റെ ഒരു റിസൾട്ട്, നിങ്ങൾക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസുകൾ, റിസൾട്ട്, കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താ വെച്ചാൽ പറയാ. അതായത് എത്രത്തോളം ഹാപ്പിനെസ് നിങ്ങൾക്ക് ഡെവലപ്പായി, എത്രത്തോളം മൈൻഡിന് ക്ലാരിറ്റി കിട്ടി, ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് ലഭിച്ചിട്ടുള്ളത് എന്ന് ചെറിയൊരു ക്ലാരിറ്റി നൽകുക. ഓക്കെ, പിന്നെ നിങ്ങൾ എത്ര മണിക്കാണ് എണീറ്റിട്ടുള്ളത് ഒന്ന് പറയാമോ? എത്ര മണിക്കാണ് എണീറ്റിട്ടുള്ളത്? 6 ഓക്കെ, മണി 6 മണി 6 മണിക്ക്. 6 മണിക്ക് എണീറ്റാ പോലെ ഇനി എന്ത് ചെയ്യണം? 5:30. 5:30. കമന്റ് ചെയ്യൂ കേട്ടോ. ഒന്ന് കമന്റ് ചെയ്താൽ നിങ്ങളുടെ ടൈം ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഓക്കെ, കാരണം നമ്മളൊന്ന് ഒന്ന് 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 ചെക്ക് ചെയ്യാം. നിങ്ങൾ എത്ര മണിക്കാണ് എണീക്കേണ്ടത് അതൊന്ന് എഴുതിയേ. നിങ്ങൾ എത്ര മണിക്ക് എണീക്കാൻ ആഗ്രഹിക്കും? ഓക്കെ, ചിലർ 4:30 എണീക്കുന്നുണ്ട്. 5 മണി 4:30 എണീക്കുന്നു. 5 മണിക്ക് എണീക്കണം. ഓക്കെ, അപ്പൊ 5 മണിക്ക് എണീക്കണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക കേട്ടോ. അതിലേക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? എത്തണം. ഓക്കെ, ബി ഹിയർ. സോ നമുക്ക് ഇന്ന് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരു ബുക്ക് ഉണ്ട്, ഹൗ ടു എൻജോയ് യുവർ ലൈഫ് ആൻഡ് വർക്ക് ജോബ് എന്ന് പറഞ്ഞിട്ടുള്ള. നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ജോലിയും നിങ്ങൾക്ക് എങ്ങനെ എൻജോയ് ചെയ്യാം. ഓക്കെ, ഇതൊരു ബുക്കാണ്. ഡെയിൽ കാർണഗി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി എഴുതിയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ബുക്കാണ്. ഈ ബുക്കിൽ പറയുന്ന കുറച്ച് നോളജ് ഉണ്ട്, ഇതിൽ ഷെയർ ചെയ്യുന്ന കുറേ പോയിന്റ്സുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും പറയുന്ന കുറച്ച് 4 പോയിന്റ്സുകളെ കുറിച്ച് ഇന്നൊന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഗുഡ് വർക്കിംഗ്. ഓക്കെ, 4 ക്വാളിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഒരാൾ ജോലി ചെയ്യുമ്പോൾ അയാൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്യേണ്ട 4 ഹാബിറ്റ്സുകൾ ജോലിയുമായി ബന്ധപ്പെട്ട്. ഓക്കെ, സോ ആർ യു റെഡി? ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ബിഗിൻ. ഇഫ് യു റെഡി, ജസ്റ്റ് കമന്റ് ഡൗൺ RE എന്ന് കമന്റ് ചെയ്യും. ജസ്റ്റ് കമന്റ് ഡൗൺ RE. റെഡി ആൻഡ് എക്സൈറ്റഡ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇനി ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ നിങ്ങളോട്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു എക്സസൈസ് തന്നിരുന്നു, ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു എക്സസൈസ് തന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഓർമ്മയുള്ളവർ ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ചെയ്യുക. എന്തായിരുന്നു തന്നിരുന്നത്? ഞാൻ ക്ലാസ് എടുത്തിരുന്ന സമയത്ത് ഒരു എക്സസൈസ് തന്നു. കുറച്ച് കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞിരുന്നു അല്ലേ? ബോഡി മൂവ്മെന്റ് എഴുതാൻ പറഞ്ഞിരുന്നു, അതല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞിരുന്നു? ഓക്കെ, ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? സം ക്വസ്റ്റ്യൻസ് ഐ ഗേവ് യു, റൈറ്റ്? പറയാൻ പറ്റുമോ? എനിബഡി? നോബഡി? ഓക്കെ, അതിലേക്ക് പോകാം, അതിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുൻപ് ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളുടെ ആർ യു ഹാപ്പി ഇൻ യുവർ ലൈഫ്? ആർ യു ഹാപ്പി? ആർ യു ഓക്കെ? ഇതിന് കറക്റ്റായിട്ട് സത്യസന്ധമായിട്ട് മറുപടി പറയും. ആർ യു ഓക്കെ? ആർ യു ഹാപ്പി? ഇസ് ദർ എനിത്തിങ് ബോദറിങ് യു? നിങ്ങൾ എന്തെങ്കിലും വിഷമിപ്പിക്കുന്നുണ്ടോ? സജന പറയുന്നു നോ. ഓക്കെ, സജന. ബിന്ദു മാം പറയുന്നു നോ, ഹാപ്പി അല്ല. ഓക്കെ, സോ വാട്ട്സ് റോങ്? വാട്ട് ഈസ് ഹാപ്പനിങ്? എന്താണ് പ്രോബ്ലം? മൂസിന പറയുന്നു നോ. എന്താണ്? ഒന്ന് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ? വറീസ് ആർ ദേർ? വിഷമങ്ങളുണ്ട്. ഓക്കെ, ജസീല മാം പറയുന്നു മെഡിറ്റേഷൻ ആണ്. ഓക്കെ, മെഡിറ്റേഷൻ ഓക്കെ, വേറെയും കേൾക്കാറുണ്ട്, പക്ഷെ സാറിന്റെ മെഡിറ്റേഷൻ വേറെ ലെവലാണ്. വെരി ഗുഡ്, താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി സജന, സജന അറിയ വേറെ ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? സജന, ഹലോ, ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? ഓക്കെ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രോബ്ലം ഐ ആം ഹാപ്പി ആൻഡ് ഓക്കെ ചിലർ പറയുന്നു, ചിലർ ഓക്കെ അല്ല എന്ന് പറയുന്നു. ഷഹീന പറയുന്നു ഓക്കെ, ഓക്കെ അല്ല. വാട്ട് ഈസ് ഹാപ്പനിങ്? എന്താണ് ഉള്ളത്? ഒന്ന് കമന്റ് ചെയ്യാവോ? എന്താണ്? വാട്ട് ആർ യു ഗോയിങ് ത്രൂ? എൻ്റെ ഇക്ക റിയാദിലാണ്, 10 ദിവസമായിട്ട് എനിക്ക് വിളിച്ചിട്ടില്ല. ഓക്കെ, ഓൾറൈറ്റ്. അപ്പം നിങ്ങളുടെ ഇടയിൽ ചില വിഷമോ പ്രയാസമോ വഴക്കോ അല്ലെങ്കിൽ ഇടയ്ക്ക്
എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണകളോ ചിലപ്പോൾ ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കും അല്ലേ? യെസ് ഓർണോ? ഒന്ന് കമന്റ് ചെയ്യും. അതുകൊണ്ടാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചെറിയ ഇഷ്യൂസ് ഉണ്ട്? അതുകൊണ്ടാണ്. യെസ്. ഓക്കെ, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിൽ ഞാൻ വിഷമത്തിലാണ്. ഓക്കെ, നിങ്ങളുടെ വിഷമം എന്താണ് എങ്കിലും നിങ്ങൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫാമിലി ഹാപ്പി അല്ലാത്തത് കൊണ്ട് ഞാൻ ഹാപ്പി അല്ല എന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. എല്ലാത്തിനും നിങ്ങളുടെ മൈൻഡിൽ ഇപ്പൊ തൽക്കാലം എന്ത് ചെയ്യുക? തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം? ഒരു കാര്യം ചെയ്യും, നമ്മുടെ അവയർനെസ്സിനെ ഒന്ന് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളുടെ അവയർനെസ്സിൽ എന്താണോ ഉള്ളത് അതാണ് നമ്മളുടെ ലൈഫിൽ നമുക്ക് എന്ത് ചെയ്യുക പ്രശ്നമായിട്ട് വരും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അൽഹംദുലില്ലാ, ഇതിന് കൂടുതൽ പരിശ്രമിക്കുന്നു. ഓക്കെ, അപ്പൊ അത് നമുക്ക് എന്താ വേണ്ടത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മൈൻഡിൽ നമ്മൾ കൊടുക്കേണ്ടത് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ, ഇറ്റ്സ് ഓക്കെ. തൽക്കാലം പറയേണ്ടത് എന്താ വെച്ചാൽ ഇറ്റ്സ് ഓക്കെ. എന്ത് മാം, ഷഹീന, സജന, whatever that you are going through, നവാസ് പറയുന്നു സാഡ് അബൌട്ട് ദ പാസ്റ്റ് ആൻഡ് സ്കേർഡ് അബൌട്ട് ദ ഫ്യൂച്ചർ. ഇപ്പൊ പറയേണ്ടത് എന്ന് വെച്ചാൽ whatever happened is happened, it's okay. Whatever happening is happening, and that's okay. ജസ്റ്റ് പറയാം, that's okay, it's okay, it's okay, സാരമില്ല, എല്ലാം റെഡി ആയിക്കോളും, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, എല്ലാം റെഡി ആയിക്കോളും, എല്ലാം റെഡി ആകും. ഇറ്റ് മേ ടേക്ക് ടൈം, കുറച്ച് ടൈം എടുത്തേക്കാം, ചിലപ്പോൾ പറയാൻ പറ്റില്ല, പക്ഷെ എല്ലാം റെഡിയാകും. ഓക്കെ, അടുത്തത് പറയേണ്ടത് എന്താണ്? അടുത്തത്, എനിക്കറിയില്ല ഇത് എന്തിനാണ് സംഭവിക്കുന്നത്. ഇപ്പൊ ഈ സംഭവിക്കുന്ന പ്രയാസം എന്തിനാണ് സംഭവിക്കുന്നത് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ഐ ചൂസ് ടു ലെറ്റ് ഗോ. അതെന്തോ ഒരു നല്ല കാര്യത്തിലേക്ക് വേണ്ടിയിട്ട് ആണ് സംഭവിക്കുന്നത്. എനിക്കറിയില്ല എന്താണ് നല്ല കാര്യം. എനിക്കത് അറിയേണ്ട ആവശ്യമില്ല. ദാറ്റ്സ് ഓക്കെ. ആക്ച്വലി ഇറ്റ്സ് റിയലി പെയിനിങ്, ഇറ്റ്സ് റിയലി സാഡ്, ഇറ്റ്സ് റിയലി പെയിനിങ്. എനിക്കറിയില്ല, എല്ലാം റെഡി ആയിക്കോളും. എപ്പോൾ റെഡി ആകും എനിക്കറിയില്ല, പക്ഷെ എല്ലാം റെഡി ആയിക്കോളും. ഐ ബിലീവ് ഇൻ ദ പ്രോസസ്. നിങ്ങളോട് പറയാം, ഐ ബിലീവ് ഇൻ ദ പ്രോസസ്. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുന്നു. I love myself. I love myself. I love myself. Okay? എന്ത് മാം, നെഞ്ചിൽ കൈ വെക്കൂ, എന്നിട്ട് പറയൂ I love myself. Okay? Yeah. So, എല്ലാം റെഡി ആയിക്കോളും. It's okay. I am safe. I am protected. I am trying my best. I have good intentions. ഞാൻ നന്നായി പരിശ്രമിക്കുന്നുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുകയും ചെയ്യും. എൻ്റെ മനസ്സിൽ നല്ല ഉദ്ദേശം മാത്രമേ ഉള്ളൂ. എൻ്റെ ഉദ്ദേശം എൻ്റെ യൂണിവേഴ്സ് പൂർത്തീകരിച്ചു തരും. എൻ്റെ ഉദ്ദേശം എൻ്റെ പ്രപഞ്ചനാഥൻ, എൻ്റെ സൃഷ്ടാവ്, എൻ്റെ ദൈവം, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കൂടെയുള്ള ആ ശക്തി എന്നെ സംരക്ഷിക്കും. I am safe. I am protected. I'll be fine. I am fine. I love myself. I am calm. I am relaxed. I am relaxed. I am healing. I am healing. I am healing. Take a deep breath and come back. Okay? ഇനി പറയേണ്ടതെന്ന് വെച്ചാൽ ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓക്കെ. You got it? All right. So, ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. അപ്പം നിങ്ങൾ ആരെങ്കിലും വറീഡ് ആവുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, റെഡി ആയിക്കോളൂ കേട്ടോ. റെഡി ആവാൻ അനുവദിക്കുക. നിങ്ങൾ പറയാം, ഞാൻ അത് റെഡി ആവാൻ വേണ്ടിയിട്ട് ഞാൻ ലെറ്റ് ഗോ ചെയ്യുന്നത്, ഞാൻ അനുവദിക്കുന്നു. ദാറ്റ്സ് ഓൾ. അസുഖമുള്ളത് കൊണ്ട് വിഷമിക്കേണ്ട, മാറും കേട്ടോ. സുബേദം, നമ്മുടെ EFT പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ EFT പ്രോഗ്രാമിലേക്ക് ഉടൻ തന്നെ വരിക കേട്ടോ. നുബ്ല, ഓക്കെ, വറീഡ് ആവണ്ട. ഹസ്ബൻഡ് മാരീഡ് അഗെയിൻ എന്നുള്ള കൺസേൺ ആണ്. സോ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാനുള്ള സമയമുണ്ട്. യു ക്യാൻ ടേക്ക് ദ ഡിസിഷൻ. ഡിസിഷൻ എടുക്കുക കേട്ടോ. ആലോചിക്കുക നന്നായിട്ട്.
നിങ്ങൾ എന്ത് ചെയ്യുക, ഹീലിംഗിലേക്ക് വരിക, നമ്മുടെ പ്രോഗ്രാമിലേക്ക് പ്രത്യേകിച്ച് വരിക. എന്നിട്ട് നിങ്ങൾക്കത് ടോക്സിക് ആണ്, നിങ്ങൾക്ക് വല്ലാണ്ട് ദുഃഖം തരുന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് വേണമെന്നില്ല. അല്ല, റിലേഷൻഷിപ്പ് വേണമെന്നാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഹീലിംഗിലേക്ക് വരിക കേട്ടോ. സോ വറീഡ് ആവേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പോൾ എന്ത് കടന്നു പോകുന്നുണ്ടോ, ദാറ്റ് ഈസ് നോട്ട് എൻഡ് ഓഫ് യുവർ ലൈഫ്. പറഞ്ഞോളൂ. ഓക്കെ. അപ്പോൾ ഫൈനാൻഷ്യലി എന്നാലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും യു ക്യാൻ, യെസ്, എല്ലാം റെഡിയാകും. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല പേരിന് പോലും. മുഹമ്മദ്, ബി എ ഗുഡ് ഫ്രണ്ട് ടു യുവർ സെൽഫ്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ നല്ല സുഹൃത്താവണം. സ്വയം കുറ്റപ്പെടുത്തുന്നത് കാര്യങ്ങളൊക്കെ മാറ്റണം. നമ്മുടെ കോഴ്സിൽ വന്ന ആൾക്കാരുണ്ട് ഇവിടെ. ഇന്നലെ കോഴ്സ് കഴിഞ്ഞ് അല്ലേ, ഇന്നലെ നമ്മുടെ കോഴ്സിൽ സെക്കൻഡ് ഡേ ആയിരുന്നു. അവർക്കത് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, നിങ്ങളും കോഴ്സിലേക്ക് വരിക. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടും. നല്ല രീതിയിൽ നല്ല നെഗറ്റീവ് ചിന്തകളും അതിൻ്റെ ഭാഗമായി മറവിയും ഉണ്ട്. ഉനൈസ്, നെഗറ്റീവ് ചിന്തകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭാഗമായിട്ട് മറവി വരും. അപ്പം വിഷമിക്കേണ്ട, അത് നമുക്ക് എന്ത് ചെയ്യാൻ റെഡിയാക്കി എടുക്കാം, ഹീൽ ചെയ്യണം കേട്ടോ. ജസീല മാം ഒന്ന് ഷെയർ ചെയ്യാമോ? പ്രോഗ്രാമിൽ വന്ന ഒരാളാണ്, സെക്കൻഡ് ഡേ കഴിഞ്ഞു. ഇപ്പോൾ പ്രോഗ്രാമിൽ വരാത്ത ഇവിടെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? സങ്കടങ്ങളുള്ള ആൾക്കാരോട് എന്താ പറയാനുള്ളത്? ജസീല മാം അൺമ്യൂട്ട് ചെയ്യാവോ? ഹലോ, പറഞ്ഞോളൂ. ഇന്നലെ പഠിച്ച ഇന്നലെ നമ്മൾ പഠിച്ച തിയറിയാണ് ഇറ്റ്സ് ഓക്കെ. അപ്പൊ അതൊരുപാട് ഉപകാരപ്പെട്ടു. ഞാൻ റിലേഷനിൽ ചെറിയൊരു ഇതില് എനിക്ക് എന്താന്ന് അറിയാതെ എന്റെ റിലേഷനിൽ ഒരു ഇത് ഇഷ്യൂ വന്നിട്ടുണ്ട്. എന്താന്ന് എനിക്ക് അറിയില്ല, പക്ഷെ അപ്പുറത്തെ ഭാഗം കിട്ടുന്നില്ല. അപ്പൊ ഇറ്റ്സ് ഓക്കെ. ഞാൻ കൂളായിട്ട് കിടന്നുറങ്ങി. കിടന്നുറങ്ങി അല്ലെങ്കിൽ പ്രയാസമാണ് അല്ലേ? പ്രയാസാണ്. ഇങ്ങനെ അങ്ങനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പം പേരിന് പോലും ഒരു വിളി ഇല്ല. അപ്പൊ ഇറ്റ്സ് ഓക്കെ, അത് ഇന്നലെ ഞാൻ പ്രാക്ടീസ് ചെയ്തു. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്തപ്പോൾ ശരിക്കും വലിയൊരു ആശ്വാസം തോന്നി അല്ലേ? അതെ, ഇന്ന് രാവിലെയും ഞാൻ അതന്നെ പറഞ്ഞോണ്ടിരുന്നു, ഇറ്റ്സ് ഓക്കെ. കണ്ണാടിന്റെ മുമ്പിൽ പോയിരുന്ന് പറഞ്ഞു, നീ ഓക്കെ ആണ്, ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓക്കെ. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന പോലെ എന്താ വെച്ചാൽ എല്ലാവരോടും പറയാനുള്ളത് എന്താ വെച്ചാൽ, അപ്പൊ നിങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ ജസീല മാം, സോറി ജസീല മാം, നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നതോട് കൂടിയിട്ട് വാട്ട് യു ഫീൽ? ആർ യു ഫീലിംഗ് സേഫ്? ആർ യു ഫീലിംഗ് മോർ? യെസ്, ഞാനിപ്പോ എന്താ ജസ്റ്റ് ഒന്ന് കേറിയതേ ഉള്ളൂ. അപ്പൊ ഈ റിലേഷന്റെ ഇത് എനിക്ക് അവിടെയും എന്നെ ബാധിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ തീർച്ചയായിട്ടും എനിക്ക് ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. Okay. So you are feeling hopeful, right? Yes. Very good. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് തന്നെയാണ്. ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാം. എനിവേ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെന്നുള്ളൂ. അതിൽ ഇന്നലെ പഠിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ് നിങ്ങൾക്കും ജസ്റ്റ് പറഞ്ഞു തന്നത്. എപ്പോഴും ഇറ്റ്സ് ഓക്കെ എന്ന് പറയാം, വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പാസ്റ്റ് ഓർത്തിട്ട് ദുഃഖിക്കുന്നു, ഇതൊക്കെ നമുക്ക് ക്ലിയർ ആക്കട്ടെ ഹീലിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ കേട്ടോ. പതിയെ അത് റെഡി ആയിട്ട് വരും. ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് കിടക്കാം അല്ലേ? ഗുഡ് വർക്കിംഗ് ഹാബിറ്റ്. നമുക്ക് നല്ല വർക്കിംഗ് ഹാബിറ്റ് നമുക്ക് ഹാപ്പിനെസ് നൽകുന്നു. ഹൗ ടു എൻജോയ് അവർ വർക്ക് ആൻഡ് ലൈഫ്. നമ്മുടെ ജോലിയും നമ്മുടെ വർക്കും എങ്ങനെ നമുക്ക് എൻജോയ് ചെയ്യാം, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും എന്താണ് ഫസ്റ്റ് പോയിന്റ് വരുന്നത്? ഗുഡ് വർക്കിംഗ് ഹാബിറ്റിൽ ഫസ്റ്റ് പോയിന്റ് വരുന്നത് ക്ലിയർ യുവർ ഡെസ്ക് ഓഫ് ഓൾ പേപ്പേഴ്സ് എക്സെപ്റ്റ് ദോസ് റിലേറ്റിംഗ് ടു ഇമ്മീഡിയറ്റ് പ്രോബ്ലം അറ്റ് ഹാൻഡ്. അതായത് നമ്മളുടെ ജോലി ചെയ്യുന്ന നമ്മളുടെ ടേബിൾ അല്ലെങ്കിൽ നമ്മളുടെ ലാപ്ടോപ്പ്, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം, അത് ക്ലീൻ ആയിരിക്കുക, ഓർഗനൈസ്ഡ് ആയിരിക്കുക. നമുക്ക് ഇപ്പോൾ ചെയ്യേണ്ട ജോലി എന്താണോ ആ ജോലി മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റെടുക്കുക. ഫസ്റ്റ് കാര്യം ചെയ്യേണ്ട കാര്യമാണ്, നമുക്ക് ഒരുപാട് ജോലി ചെയ്യാനുണ്ടെങ്കിൽ ബട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു ക്ലിയർ ഔട്ട് എവറിത്തിങ്, റൈറ്റ് ഡൗൺ. ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്ലാൻ ആക്കിയിട്ട് റൈറ്റ് ഡൗൺ ചെയ്യും. ആ പ്ലാനിങ് എഴുതാനാണ് ഫസ്റ്റ് ഏറ്റവും വലിയ പ്രയാസം. വൺസ് യു ഡു ദാറ്റ്, പ്ലാനിങ് ചെയ്ത ഒരാൾക്ക് മൈൻഡിനെ ക്ലാരിറ്റി കിട്ടി. ആ ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് വിൽ ഓട്ടോമാറ്റിക്കലി ഡു ഇറ്റ്. മൈൻഡിന് അത് ലോക്ക് ആയി കഴിഞ്ഞു, മൈൻഡിനൊരു കമാൻഡ് പോയി കഴിഞ്ഞു, മൈൻഡ് അതിൽ എന്താ വെച്ചാൽ ലോക്ക്ഡായി
അതൊരു കമാൻഡ് കിട്ടി, ഇനി അത് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകും, അത് തീർക്കുന്നതിലേക്ക് പോകും. സോ ഓൾവേസ് വാട്ട് ഡു യു പ്രാക്ടീസ് ഡെയിലി? വാട്ട് ഈസ് യുവർ ഡെയിലി പ്രാക്ടീസ്? ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കുക ഹോംവർക്ക് നാളേക്കുള്ള. വാട്ട് ഈസ് മൈ ഐഡിയൽ പ്രാക്ടീസ് ടു ഇംപ്രൂവ് മൈ വർക്ക്? എൻ്റെ what is my ideal no sorry what is my everyday practice for an ideal working day? What is my everyday practice for an ideal working day? ഒരു നല്ല മാതൃകാപരമായിട്ടുള്ള ഒരു വർക്കിംഗ് ദിവസം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ആ ഒരു പ്രാക്ടീസ് എന്താണ്? വാട്ട് ഈസ് ദാറ്റ് വൺ പ്രാക്ടീസ്? എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക? എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരൊറ്റ വർക്കിംഗ് ഡേ ഉണ്ടാവും, അതെന്തായിരിക്കും? വർക്കിംഗ് ഡേയിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്തായിരിക്കും? പറയാൻ പറ്റുമോ? വാട്ട് വിൽ യു ഡു? അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതുക. നിങ്ങൾ എഴുതിയിട്ട് എന്ത് ചെയ്യണം? ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ യുവർ പ്ലാനിങ്, എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്ലാനിങ്, മെഡിറ്റേഷൻ, ഒരു ദിവസം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സംഗതിയിൽ. ഓക്കെ, സോ ഒരു ടു ഡു ലിസ്റ്റ്, പ്രാർത്ഥന. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ ഈ എന്താണ് നിങ്ങൾ ചെയ്യുക എന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് നിങ്ങൾ എഴുതി വെക്കുക. അത് നാൾക്ക് എഴുതണം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം? എവറി ഡേ പ്രാക്ടീസ് ദാറ്റ് റിച്വൽ. ഇറ്റ് ഷുഡ് ബിക്കം എ റിച്വൽ. ഒരു റിച്വൽ സ്റ്റാർട്ട് ചെയ്യുക. ആ റിച്വലിന്റെ ഭാഗമാണെന്ത്? വർക്ക് ചെയ്യുന്ന സ്ഥലം ക്ലിയർ ഔട്ട് ചെയ്യുക, ചെയ്യാനുള്ള ടാസ്കുകൾ പ്രയോറിറ്റൈസ് ചെയ്തു വെക്കുക, ടു ഡു ലിസ്റ്റുകൾ തയ്യാറാക്കി വെക്കുക. ഡെസ്കിൽ കറക്റ്റായിട്ട് ഇന്ന് ചെയ്യേണ്ട വർക്ക് എന്താണോ അതുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ മാത്രം വെക്കുക. ഏറ്റവും അർജന്റ് ആയിട്ടുള്ള പേപ്പർ മാത്രം വെക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, വെരി ഗുഡ്. ദീസ് ആർ ദ തിങ്സ്, ഗുഡ് തിങ്സ്. നിങ്ങൾ ലൈക്ക് വർക്കിങ്ങിന്റെ സ്ഥലത്തേക്ക് ചെന്ന് അവിടെ ചെന്ന് ഇരിക്കുന്ന സമയത്ത് ഇരിക്കുന്നതിന് മുൻപ് വേണമെങ്കിൽ കുറച്ചു നേരം ഇരുന്നിട്ട് എന്ത് ചെയ്യും? മനസ്സറിഞ്ഞിരുന്ന് മനസ്സൊന്ന് പ്രാർത്ഥിക്കാം, ഒന്ന് കുറച്ചു നേരം കണ്ണടയ്ക്കുക. ഈ ജോലി ചെയ്യാനുള്ള അവസരം ലഭിച്ചതിന്, ഈ ജോലി ചെയ്ത് വരുമാനം ലഭിക്കുന്നതിന് മനസ്സറിഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. എന്നിട്ട് ചെന്നിരിക്കുക, പ്രാർത്ഥിക്കാം, ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഡെസ്ക് ക്ലിയർ ചെയ്ത് കാര്യങ്ങൾ ചെയ്തിട്ട് വൃത്തിക്ക് എന്ത് ചെയ്യാൻ പണി ജോലി തുടങ്ങും. ആൻഡ് ദാറ്റ്സ് എ ഗുഡ് വർക്കിംഗ് ഹാബിറ്റ്. സോ സ്റ്റാർട്ട് ഓർഗനൈസിങ്. നിങ്ങളുടെ ഓഫീസ് മെസ്ഡ് ആണോ, മെസ്സപ്പ് ആണോ? നിങ്ങളുടെ ടേബിളിൽ കുറേ പേപ്പറുകൾ കിടക്കുന്നു, അവിടെ പേപ്പർ, ഇവിടെ പേപ്പർ, അത് ഇത് മറ്റത് മറിച്ചത്. ആൻഡ് വാട്ട് ഹാപ്പൻസ്? യുവർ മൈൻഡ് വിൽ ബി ക്ലട്ടേർഡ്. You will create a lot of confusion. You will create a lot of എന്ത് സംഭവിക്കും? കൺഫ്യൂഷൻ ഉണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? ടെൻഷൻ ഉണ്ടാകും, വറീസ് ഉണ്ടാകും. എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഒന്നുണ്ടാകും, ഒരു മില്യൺ കാര്യം ചെയ്യാനുണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ, ഒന്നും ചെയ്യാൻ സമയമില്ലല്ലോ. സോ ഓൾവേസ് ഗോ ബാക്ക് ആൻഡ് സിംപ്ലിഫൈ. ഗെറ്റ് ഓർഗനൈസ്ഡ്. ബ്രെയിനിൽ നിന്ന് പേപ്പറിലേക്ക് മാറ്റുക, ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. രണ്ടാമത് ചെയ്യേണ്ട കാര്യം, ഡെസ്ക് എല്ലാം ക്ലിയർ ചെയ്ത് വെക്കാം. വർക്ക് ചെയ്യുന്ന സ്ഥലം, വർക്ക് ചെയ്യുന്ന റൂം, വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, താമസിക്കുന്ന റൂം, വട്ട് എവർ ഇസ്, ഗെറ്റ് ഓർഗനൈസ്ഡ്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്സ് എന്താണ്? നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ള മിസ്റ്റേക്സ് ഒന്ന് ഷെയർ ചെയ്ത്. ഇതിപ്പോ എങ്ങനെയാണുള്ളത്? ഇങ്ങനെ ഒരു ടു ഡു ലിസ്റ്റ് എഴുതാറുണ്ടോ? നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ ഈ പോയിന്റിൽ നിന്ന് എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഒരു ഡിസിഷൻ എടുത്ത് എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞേ. ആരെങ്കിലും ഒന്ന് മുന്നോട്ട് വന്നിട്ട് പറയാം, അൺമ്യൂട്ട് ചെയ്തിട്ട്. ഓർഗനൈസ് ആയിരുന്നു, ഇപ്പോൾ ആണോ? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ഓർഗനൈസ് ആവാറുണ്ട്, ചിലപ്പോ താളം തെറ്റിപ്പോകും. അപ്പൊ ഇനി ഓർഗനൈസ് ആക്കണം അല്ലെ? വീണ്ടും ഇതുവരെ അങ്ങനെ ഒരു പ്ലാൻ ഇതുവരെ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല അല്ലെ ജോസ്? പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഇനി ഒന്ന് എല്ലാം ഒന്ന് കുറിപ്പെഴുതി ഓരോ കാര്യം ബൈ വൺ ബൈ ആയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മളൊന്ന് കുറിപ്പെഴുതി വെക്കണം. അത് കഴിഞ്ഞിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കും. സോ നിങ്ങളുടെ ബുക്കിൽ എഴുതി വെക്കുക,
വാട്ട് ഈസ് മൈ ഡിസിഷൻ ടുവാർഡ്സ് മൈ വർക്ക്? എൻ്റെ വർക്കിന് വേണ്ടിയിട്ടുള്ള എൻ്റെ വാട്ട് ഈസ് മൈ ഡിസിഷൻ ഫ്രം നൗ ഓൺവേർഡ്സ്? ഇന്ന് മുതൽ ഞാൻ ചെയ്യാൻ പോകുന്ന എൻ്റെ ലൈഫ് ചെയ്യാൻ പോകുന്ന തീരുമാനം ഇതാണ്. മൈ ഡിസിഷൻ ആൻഡ് മൈ ആക്ഷൻ പ്ലാൻ. ഓക്കെ, നിങ്ങളുടെ ഡിസിഷനും ആക്ഷൻ പ്ലാനും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും? മൈ ഡിസിഷൻ ആൻഡ് ആക്ഷൻ പ്ലാൻ എന്ന് എഴുതുക. അതിൻ്റെ അണ്ടറിൽ എന്ത് ചെയ്യണം? ഇന്നത്തെ ഈ ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എഴുതുക. എന്തൊക്കെ നിങ്ങൾ ചെയ്യണം? വാട്ട് ഈസ് യുവർ ആക്ഷൻ പ്ലാൻ? ഓക്കെ, റെജിന ഫാറൂഖ് പറഞ്ഞോളൂ. സർ ഇതുപോലെ കേൾക്കുന്ന സമയത്ത് ചെയ്യാറുണ്ട്. ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് കരുതും, പക്ഷെ ചെയ്യാൻ പറ്റാറില്ല. ചില കാര്യങ്ങൾ എഴുതി വെക്കാറുണ്ട്, പിന്നെ അത് തുറന്നു നോക്കാറില്ല. സമയത്തിന്റെ കുറെ ബുദ്ധിമുട്ട് കൊണ്ടാണ് അങ്ങനെ വരാറ്. അല്ല, ഓക്കെ, സമയത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ടല്ല, അങ്ങനെ പറയരുത്. ഓക്കെ, പക്ഷെ ഒരു കാര്യം പറയട്ടെ സർ, ഇന്ന് എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത്. ഞാൻ സാറിന്റെ മോട്ടിവേഷൻ ക്ലാസ്സസ് ഒക്കെ എപ്പോഴും കേൾക്കാറുണ്ട്. സൺഡേ ആ സമയത്തൊക്കെ ഫ്രീ ആയതുകൊണ്ട് കേൾക്കാൻ പറ്റിയിരുന്നു. അപ്പൊ ആ സൺഡേയിലാണോ അതോ സാറ്റർഡേയിലാണോ ഏതൊരു ക്ലാസ് നന്നായിട്ട് ഇൻവോൾവ് ചെയ്ത്. അപ്പൊ അതിന്റെ ബേസിസിൽ എന്താ അറിയില്ല. പിന്നെ ഇന്നലെ ഞാൻ മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് കാലത്ത് ഒരു 3 മണി ആ ഒരു ടൈമിൽ പെട്ടെന്ന് എണീറ്റിട്ട് മൈൻഡ് മൊത്തം നമ്മുടെ അഫർമേഷൻ ഉണ്ടല്ലോ, ഐ ലവ് മണി, എനിക്ക് മണി ഫ്ലോ ചെയ്യുന്നുണ്ട്, പിന്നെ ബാങ്കില് മണി വരുന്നത് എല്ലായിടത്തും ആ ഒരു മൈൻഡ് മാത്രമായിരുന്നു. കുറച്ച് സമയത്ത് ഞാൻ ആകെ ഒരു സ്റ്റക്കായി പോയി. കാരണം എനിക്ക് എന്താ ഇപ്പൊ സംഭവിക്കുന്നത് എന്നുള്ള ഒരു ഫീൽ ആയിരുന്നു. ആ ടൈമിൽ ഞാൻ സമയം നോക്കി നോക്കുമ്പോ 3 മണി ആ ഒരു ടൈം ആയിട്ടുള്ളൂ. കുറേ സമയം മൈൻഡിലും വായോണ്ട് പറയുന്നില്ലെങ്കിൽ കൂടി ഇതിങ്ങനെ മനസ്സിൽ വന്നോണ്ടിരിക്ക, മണി ഫ്ലോ ചെയ്യുന്നുണ്ട്, മണി വരുന്നുണ്ട്. ആ ഒരു തിങ്ക് വെച്ചിട്ട് കിടന്നോണ്ട് എന്താ അറിയില്ല, കുറെ സമയം അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നു. അങ്ങനെ പിന്നെ ഇപ്പോഴൊക്കെയോ ഉറങ്ങിപ്പോയി, ലേറ്റ് ആയി. ഇന്ന് മെഡിറ്റേഷന് ചെയ്യാൻ പറ്റിയില്ല. ഒരു 6 മണി കഴിഞ്ഞിട്ടാണ് എഴുന്നേൽക്കാൻ പറ്റിയത്. അപ്പൊ ഞാൻ കുറെ സമയം ചിന്തിച്ചു, എന്താ എനിക്ക് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താ ഇങ്ങനെ വരുന്നത്. ആ ഒരു അതിന്ന് റിലീഫ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. സാറിന്റെ അടുത്ത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനൊരു സൊല്യൂഷൻ ഞാൻ കുറച്ചു നേരം പറഞ്ഞിരുന്നു. ഇറ്റ്സ് ഓക്കെ എന്ന് പറയാം, ആൻഡ് യു വിൽ ബി ഫൈൻ. കേട്ടോ, ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. പതിയെ പതിയെ നിങ്ങൾ ട്രാക്കിലേക്ക് കയറും. നിങ്ങളിലേക്ക് ഷിഫ്റ്റ് നടക്കുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നിങ്ങൾ മാറുകയാണ്, നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ട്രാക്കിലേക്ക് വരികയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. കേട്ടോ, അതിനുവേണ്ടി നല്ല എഫേർട്ട് ഇടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഒരു സ്റ്റെപ്പ് എങ്കിലും മുന്നോട്ട് വെക്കുന്നുണ്ട് ഡെയിലി. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. സോ യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. സോ ഡോണ്ട് വറി, ഡോണ്ട് ബി വറീഡ്. വറീഡ് ആയി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ കൂടുതൽ വീക്കായി നഷ്ടപ്പെട്ട ട്രാക്ക് തെറ്റിപ്പോകും. വറീസാവില്ല, കാരണം നമുക്ക് ഒരു എക്സ്പെക്ടേഷൻ കൂടുതലാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എക്സ്പെക്ടേഷൻ കൂടുതലൊന്നുമല്ല, കൂടുതൽ എന്ന് പറയുന്ന എക്സ്പെക്ടേഷൻ ഇല്ല. എല്ലാം ശരിയാവും എന്നുള്ള ഒരു ഫീലാണോ? അതുകൊണ്ട് എല്ലാം അതിൻ്റെതായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. താങ്ക് യു ഫോർ ദാറ്റ് ചേഞ്ച് എന്ന് പറയാം. താങ്ക് യു ഫോർ ദിസ് ട്രാൻസ്ഫോർമേഷൻ. 3 മണിക്ക് വരെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നില്ലേ? 3 മണിക്ക് EFTയിൽ പങ്കെടുക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഈ മാസം പറ്റിയില്ല. അപ്പൊ ആ സമയത്ത് ഞാൻ ഇപ്പൊ ശരത് സാറിന്റെ അടുത്താണ് തോന്നുന്നത് സംസാരിച്ചത്. അപ്പൊ പറഞ്ഞു, നിങ്ങൾ എപ്പോഴും EFTയിൽ പങ്കെടുക്കുന്നതായിട്ട് മൈൻഡിൽ വെച്ച് കഴിഞ്ഞാല് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് വരാൻ പറ്റും എന്നല്ല. അപ്പൊ ആ ഒരു രീതിയിലും ഞാൻ ഒരുപാട് മൈൻഡിൽ ഇങ്ങനെ കൊടുത്തിരുന്നു ഫുൾ ടൈം. അപ്പൊ അതൊക്കെ ആ സമയത്ത് വന്നിരുന്നു. EFTയിൽ പങ്കെടുത്ത് ആ സമയത്ത് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണ് ആ സമയത്ത് മൈൻഡ് വന്നിരുന്നത്. ഇറ്റ്സ് ഓൾ ഗുഡ്. ഓക്കെ, എല്ലാം നല്ലതാണ് കേട്ടോ. അപ്പൊ അതിനെ അങ്ങനെ കാണുക, അത്രയും മതി. ആ ഒരു ലെവലിലൂടെ നിങ്ങൾ കാണുമ്പോൾ കറക്റ്റ് ആയിട്ട് ട്രാക്കിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഓക്കെ ആയിട്ട് വരും എല്ലാം കേട്ടോ. അപ്പൊ രചന ചോദിച്ച ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. അതായത് പലതും എഴുതി വെക്കും, ചെയ്യാൻ കഴിയാറില്ല, അതല്ലേ പ്രശ്നം? ഓക്കെ, അപ്പൊ അതിന് സമയമില്ല എന്നുള്ളതാണ് കാരണം പറഞ്ഞത്. അങ്ങനെ ഇനി പറയരുത്, അതല്ല അതിന്റെ കാരണം. കോഴ്സിൽ വന്നവർക്ക് അറിയാം, സമയമില്ല എന്നുള്ളതല്ല ആക്ച്വൽ പ്രോബ്ലം. ആക്ച്വൽ പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങളോട് ഈ പറയുന്ന ഡയലോഗാണ് പ്രശ്നം.
അതെന്താണെന്നുള്ളത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ കോഴ്സിലേക്ക് വരുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവും ആക്ച്വലി, അല്ലേ നസ്രീൻ? സോറി ലൈക്ക് നസ്രീൻ, ശരിയാണോ? Yes. കാരണം നമുക്ക് എല്ലാ തിരക്കുകളും കഴിഞ്ഞ് ഒരു ഇത്തിരി ഫ്രീ ആവുമ്പോ വിചാരിക്കും ഇപ്പൊ ഒന്നും ചെയ്യണ്ട, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് വെറുതെ ഇരിക്കട്ടെ എന്നുള്ള ഒരു മൈൻഡ് ആവും. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സമയം ഉണ്ടല്ലോ എന്ന് കരുതി ഈ ഡയലോഗുകളാണ് പ്രശ്നം. അതിനെക്കുറിച്ച് നസ്രീൻ ഒന്ന് പറയും. എന്താ തോന്നിയത് നസ്രീൻ? നസ്രീൻ എന്ന് പറ. കോഴ്സിൽ വരുമ്പോ എനിക്ക് സാറ് ഫസ്റ്റ് ഡേ തന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ച് എനിക്ക് എന്താ പറയാ, എനിക്ക് ഒന്നും ഞാൻ ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ പോണതെന്ന് എനിക്ക് അപ്പം മനസ്സിലായി. പിന്നെ ഞാൻ ശരത് സാറിന് മെസ്സേജ്, എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എന്താ ചിന്തിക്കാൻ പറ്റാത്ത, ട്രൈ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് കറക്റ്റ് സമയത്ത് നമുക്ക് യൂണിവേഴ്സ് കൊണ്ടുവന്ന് തരും, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ എനിക്കതൊന്നും അന്ന് മനസ്സിലായില്ല. പക്ഷെ ഇന്നലെ ക്ലാസ് ഇരുന്നപ്പോ മനസ്സിലായി, ഞാനാണ് ഓരോന്ന് ചിന്തിച്ച് കൂട്ടിയിട്ട് വരുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനാണ്, ഇത് ശരിയാവോ, ഞാൻ കറക്റ്റ് ആവോ. അപ്പൊ അതൊക്കെ ഇപ്പൊ ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ പറയുമ്പോ നമുക്ക് തന്നെ ഒരു ലൈറ്റ് വെയിറ്റ് തോന്നുന്നുണ്ട്. അപ്പൊ ഇന്നലെ രാത്രി മുതല് ഇന്ന് നേരം വെളുക്കോളിക്ക് മര്യാദക്ക് ഒന്ന് ഉറങ്ങാൻ പറ്റി. സാധാരണ ഞാൻ ഒരു 2 മണി കഴിയാതെ എനിക്ക് ഉറക്കം വരൂല. 4 മണിയാകുമ്പോഴത്തേന്റെ ഉറക്കം ഇങ്ങനെ ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരിക്കും, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ ഇന്നലെ രാത്രി എനിക്ക് നല്ല സുഖം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ അഗൈൻ ശരത് സാറിനോട് മെസ്സേജ് ചോദിച്ചു, ഇതിന്റെയൊക്കെ എന്താ റെക്കോർഡ് ക്ലാസ് കിട്ടൂലേ? അപ്പൊ ഇന്നലെ ഫുള്ള് നഴ്സിംഗ് ക്ലാസ് ഉണ്ടായിരുന്നല്ലോ, പിന്നെ എന്തിനാ റെക്കോർഡ് ക്ലാസ്? അതൊക്കെ എന്റെ ഒരു പാറ്റേൺ ആണെന്ന് എനിക്ക് മനസ്സിലായി. അതായത് എനിക്കൊക്കെ കിട്ടിയാലും എനിക്ക് കിട്ടിയിട്ടില്ല, കിട്ടാൻ എവിടെയെങ്കിലും വിട്ടുപോയോ, അങ്ങനെ ഇങ്ങനെ ഒരു തോട്ടാണ്. പക്ഷെ ഞാൻ എല്ലാം കേട്ടു, ഞാൻ എല്ലാം നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇപ്പം തന്നാൽ ശരിയാവില്ല, ലാസ്റ്റ് തരുമെന്ന് പറഞ്ഞു. അപ്പൊ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞോണ്ടിരുന്നു. അപ്പൊ നമുക്കൊരു സന്തോഷം വരുന്നുണ്ട്, ഒക്കെ റെഡി ആവും എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. അതായത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഇപ്പൊ ഇവർ കോഴ്സിൽ പങ്കെടുത്ത ആൾക്കാരാണ്. ഇപ്പൊ ഇവർക്ക് കോഴ്സിൽ പങ്കെടുക്കുമ്പോൾ നമ്മളത് 2 മണിക്കൂറിലധികം ടൈം എടുത്തിട്ടാണ് നമ്മൾ എന്താ വെച്ചാൽ ഇവരെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പം 2 മിനിറ്റിനുള്ളിൽ അതിന്റെ ചെറിയൊരു പാർട്ട് മാത്രമാണ് നസ്രീൻ ഇവിടെ പറഞ്ഞത്. അതായത് ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് കാമ ആക്കുന്നതിലൂടെ നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാം, യു ക്യാൻ പ്രാക്ടീസ്. പക്ഷെ അതിന്റെ ഒരു ഫുൾ ഫീല് നിങ്ങൾക്ക് അതിന്റെ റിയൽ എങ്ങനെ വർക്ക് ചെയ്യും, ഇതെന്താണ് ഇതിന്റെ ആ ഒരു നിങ്ങൾക്കത് കൺവിൻസിങ് ആയ രൂപത്തിലേക്ക് നിങ്ങളിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ള സംഗതിയുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റണം. ഇവിടെ നസ്രീന് സംഭവിക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഹൈപ്പർ വിജിലന്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോവാണ്. ഹൈപ്പർ വിജിലന്റ് ആകുന്നത് കൊണ്ടാണ്, എന്ന് വെച്ചാൽ ഹൈപ്പർ വിജിലന്റ് ഇതാ എല്ലാം ലൈക്ക് ഷീ വാണ്ട്സ് ടു ലൈക്ക് ഇൻ കൺട്രോൾ, അവളുടെ കൺട്രോളിൽ കിട്ടണം. സോ ഷീ വാണ്ട്സ് ടു ബി ഇൻ കൺട്രോൾ. അങ്ങനെ എന്താ അതിന്റെ ആവശ്യകത എന്താണ്? ബിക്കോസ് ഹൈപ്പർ വിജിലന്റ് ആണ്. പലപ്പോഴും ഒരു ഫിയർ ആണ്, എന്തോ ഒരു ഇൻസെക്യൂരിറ്റി, എന്തോ ഒരു കൺസേൺ, എന്തോ ഒരു ആങ്സൈറ്റി. അതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെസ് ആയിരിക്കും, നമുക്ക് ഉറങ്ങാനൊന്നും കഴിയില്ല. അപ്പോൾ അതായിരുന്നു പ്രോബ്ലം. പക്ഷെ അത് ലെറ്റ് ഗോ ചെയ്യുന്ന ഒരു മെത്തേഡ് പഠിപ്പിച്ചു കൊടുത്തു, അതിനനുസരിച്ച് അത് ചെയ്തു. ആൻഡ് നൗ ഷീ ഈസ് ഫ്രീ. അപ്പൊ ആരെങ്കിലും അടുത്ത ബാച്ചിലേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏർലി ബേർഡ് ഓഫർ ഉണ്ട്. ഇപ്പൊ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാം. നമ്മുടെ നമ്പർ എന്ത് ചെയ്യാൻ കൊടുക്കുക കേട്ടോ ശരത്, ഇവിടെ നമ്പർ എന്ത് ചെയ്യാം, താഴെ മെസ്സേജ് കൊടുക്കുക. സോ നെക്സ്റ്റ് മെസ്സേജ് നമ്മുടെ പ്രോഗ്രാമുകളിലേക്ക് വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ബുക്ക് ചെയ്യാം. അടുത്ത ബാച്ചിന് വേണ്ടിയിട്ട് 23 അടുത്ത ബാച്ച് വരുന്നത്, ഡിസംബർ 23. 8086880780 എന്ന് പറഞ്ഞ നമ്പറിലാണ് നിങ്ങൾ എന്ത് ചെയ്യണം, മെസ്സേജ് അയക്കേണ്ടത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബുക്ക് ചെയ്യാം, ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ. സോ വേറൊരാൾ ഇവിടെ നമ്മൾ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, റഹനയുടെ ചോദ്യം ഇതായിരുന്നു, സോറി രചനയുടെ ചോദ്യം ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലാണ്. പലപ്പോഴും എന്താ വെച്ചാൽ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. വേറെ 1-2 പേരും കൂടെ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. EFTയിൽ സൊല്യൂഷൻസ് ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്, ക്ലിയർ ആണ്. ഓക്കെ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല, എല്ലാം നമുക്ക് എന്തെങ്കിലും ക്ലിയർ ആക്കി എടുക്കാം കേട്ടോ. സർ പറഞ്ഞോളൂ. സർ ഞാൻ ലീവ് ആയിട്ട് എനിക്ക് 7 മണിക്ക് അവിടെ വീട് പണിയുന്നുണ്ട്. അപ്പൊ അവിടെ ജോലിക്കാർ വരും. അപ്പൊ ഞാൻ ലീവ് ആയിട്ട് നോ പ്രോബ്ലം, ലീവ് ചെയ്യും. പിന്നെ കേട്ടാ മതി. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. സർ ഷിഹാബാണ്. പറഞ്ഞോളൂ. ഞാൻ നിങ്ങൾ 2ാമത്തെ ക്ലാസ്സാണിത്. ഓക്കെ. ഒരു കാര്യം ചിന്തിച്ചാൽ ആ കാര്യം തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കും. അതാണ് മെയിൻ പ്രശ്നങ്ങള്. ഓക്കെ, ലൈഫിൽ ഒരുപാട് ട്രോമ, പെയിന് അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ബുദ്ധിമുട്ടിലേക്ക് എത്തിച്ചേർന്നത്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഞാൻ പറയുമ്പോൾ മനസ്സിലാവില്ല, പക്ഷെ പറ്റുമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ പ്രോഗ്രാം അടുത്ത ബാച്ചിലേക്ക് നിങ്ങൾ വരിക, ഡെപ്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള പരിഹാരത്തിലൂടെ കണ്ടെത്തുകയും ചെയ്യും കേട്ടോ. കാരണം നിങ്ങൾക്ക് ഡെവലപ്പ് ആയതൊരു പാറ്റേൺ ആണ്. ആ പാറ്റേൺ ഡെവലപ്പ് ആകാൻ കാരണം, അതായത്
ഒരുപാട് കാലം അങ്ങനെ ചിന്തിച്ച് നിങ്ങളുടെ ബ്രെയിന് തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് പോലും ചിന്തിക്കാൻ കൺട്രോൾ പോലും കിട്ടാത്ത രീതിയിൽ ചിന്തകൾ കടന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ആയി മാറിയിട്ടുണ്ട്. ഓക്കെ, പാറ്റേൺ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു റിപ്പീറ്റഡ് ആയിട്ട് തുടർച്ചയായി ഒരു കാര്യം സംഭവിച്ച് ഒരു ശീലമായി മാറുക എന്ന് പറഞ്ഞാൽ ബ്രെയിൻ അതൊരു ശീലമായി മാറിയിട്ടുണ്ട്. ഇപ്പൊ ഇനി നിങ്ങൾക്ക് അത് ടെൻഷൻ കൂടിക്കൊണ്ടേയിരിക്കും. സോ അപ്പൊ ടെൻഷൻ കൂടും. അപ്പൊ ഇതെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഹീലിംഗ് എന്ന് പറയും. അപ്പൊ കോഴ്സിലാണ് നമ്മൾ ഹീലിംഗ് കറക്റ്റായിട്ട് പഠിപ്പിക്കുന്നത്. ഹീലിംഗിലൂടെ കടന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പഴയ ആ ഒരു പെയിനും മൊത്തം അതിൽ നിന്ന് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബ്രെയിനിന്റെ ഈ ഒരു തിങ്കിങ് പാറ്റേൺ അത് ബ്രേക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ പോലെ തന്നെ കാമായിട്ടുള്ള കൂളായിട്ടുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും. വർക്ക് ഇറ്റ് ഔട്ട്. സോ നെക്സ്റ്റ് ബാച്ചിൽ എന്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ വരിക. ഇന്നത്തെ പോയിന്റിലേക്ക് വരാം. സെക്കൻഡ് പോയിന്റിൽ ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? ക്ലിയർ യുവർ ഡെസ്ക് ഇൻ ഓൾ യുവർ പേപ്പേഴ്സ്, ക്ലിയർ യുവർ ഡെസ്ക് ഓഫ് ഓൾ പേപ്പേഴ്സ് എക്സെപ്റ്റ് ദോസ് റിലേറ്റഡ് ഇമ്മീഡിയറ്റ് പ്രോബ്ലം അറ്റ് ഹാൻഡ്. അല്ലെ, എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് പലതും ഉണ്ടാകാം. ആ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങളുടെ ജോലി നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വർക്ക് സ്റ്റേഷൻ നന്നായിട്ട് എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ട് എന്താ വെച്ചാൽ അപ്പൊ അതിനെന്താ വേണ്ടത്? ടു ഡു ലിസ്റ്റ് നിങ്ങൾ വ്യക്തമായിട്ട് എഴുതി വെക്കുക. നിങ്ങളുടെ ടു ഡു ലിസ്റ്റ് എഴുതിയാൽ പോരാ, യു ഹാവ് ടു റൈറ്റ് ഡൗൺ മന്ത്ലി ഗോൾസ് എല്ലാം ഒരു പേപ്പറിൽ എഴുതുക. ഇതുപോലെ സംഘ ബുക്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ മന്ത്ലി ഒരു മാസത്തേക്കുള്ള ഗോൾസ് മൊത്തം എഴുതി എന്തൊക്കെ എനിക്ക് ചെയ്തു. ഹലോ സാറാ, ചോദിച്ചോളൂ, പറഞ്ഞോളൂ. പിന്നെ എനിക്ക് 2-3 സ്ഥലത്ത് ഇൻകം ഉണ്ടാകുമ്പോ അതിന്റെ ഡിഫറെന്റ് ആണ് ഗോളാണ് ഞാൻ എഴുതി വെച്ചത്. അത് ഏതാണോ ആദ്യം വിഷ്വൽ ചെയ്യല് അന്നേരം? ഓക്കെ, നിങ്ങൾക്ക് ഏതാണോ ആദ്യം വേണ്ടത്? എല്ലാം എല്ലാം ഇൻകം വേണ്ട തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങൾ ഏറ്റവും പവർഫുൾ ആയിട്ട് അത്യാവശ്യമായിട്ട് വേണ്ടത് ഏതാണ്, ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏതാണ്, ഏറ്റവും ഈസി ആയിട്ട് കിട്ടുന്നതും ഏറ്റവും ബെനിഫിറ്റ് ഉള്ളതും എന്ന് നിലനിൽക്കേണ്ടതും ഏതാണോ അത് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാക്കിയിട്ട് ഒരു കോർ ഇൻകം സോഴ്സ് ഡിഫൈൻ ചെയ്യണം. അതാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അത് ഗോൾ എത്തിക്കഴിഞ്ഞാൽ മാത്രം അടുത്ത ഗോളിലേക്ക് ശ്രദ്ധിച്ചാൽ മതി അല്ലേ? അല്ല, അത് അടുത്ത ഗോളിലേക്ക് ശ്രദ്ധിച്ചാൽ മതി എന്നല്ല, അത് ചെയ്യുക ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി, മറ്റതും അതിന്റെ കൂടെ തന്നെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാം. പക്ഷെ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതിനാണ്. ഓക്കെ, കാരണം നിങ്ങൾക്ക് ലൈക്ക് ഗ്യാസ് സ്റ്റവ് ഇല്ലേ, ഗ്യാസ് സ്റ്റവ് നമുക്ക് കാണാം. 4 സ്റ്റവ് ഉള്ള ഒരു ഗ്യാസ് സ്റ്റവ് എടുക്കുകയാണ്, അല്ലെങ്കിൽ 4 ബേണറുള്ള 4 ബേണറുള്ള സാധനം നിങ്ങൾ ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ആക്ച്വലി പലതിലും തീ കുറവായിരിക്കും. എന്താ കാര്യം? വരുന്ന സപ്ലൈ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഗ്യാസ് കമ്പാരിറ്റീവ്ലി 4 ഇതിലേക്കും പോകുന്നതുകൊണ്ട് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. 2 ഉണ്ടെങ്കിൽ അത് 2 നല്ല ശക്തമായിരിക്കും. അത് ഇനി 1 ആണെന്നുണ്ടെങ്കിൽ അത് നല്ല ശക്തമായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ എനർജി, നമ്മളുടെ എഫേർട്ട്, നമ്മൾ അതിലേക്ക് കൊടുക്കുന്ന കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്തായിരിക്കും? 3-4 ഗോൾസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിലേക്കുള്ള ഫോക്കസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ എപ്പോഴും ഒരു ഫോക്കസ് നിങ്ങൾ സ്ട്രോങ് ആക്കി വെക്കുക, എന്നിട്ട് അത് നന്നായിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിന്റെ കൂടെ അലോങ് ദ വേ പതിയെ മറ്റത് ഡെവലപ്പ് ആകും എന്ന വിശ്വാസം കൊടുക്കുക, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവയർനെസ് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ പ്ലാൻ ചെയ്യുക. എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ എക്സോസ്റ്റഡ് ആവാതെ നോക്കുക. യു ഗോട്ട് ഇറ്റ്? ഓക്കെ, വെരി ഗുഡ്. നമുക്കിനി അടുത്ത ഇതിലേക്ക് വരാം. സോ ഗുഡ് വർക്കിംഗ് ഹാബിറ്റ്സ് നമ്പർ 2, ഡു തിങ്സ് ഇൻ ദ ഓർഡർ ഓഫ് ദർ ഇമ്പോർട്ടൻസ്. അതാണ് അടുത്തത്. ഇപ്പൊ പറഞ്ഞ കാര്യം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളുടെ ലൈഫിൽ നമുക്ക് ജോലി ചെയ്യുന്നുണ്ട് എങ്കിൽ ആദ്യം നിങ്ങൾ എന്താ വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം ചെയ്യും. ഓക്കെ, നമ്മൾ ഈ ഒരു ഗ്ലാസ്സിലേക്ക്, ഇതൊരു ഗ്ലാസ് ആണ്, ഈ ഗ്ലാസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഈ ജാറിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഗ്ലാസ്സിലേക്ക് ജാറാന്ന് വിചാരിച്ചോളൂ. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് വലിയ കല്ലുകൾ ഇട്ടു, കുറച്ച് വലുപ്പമുള്ള ഇതിൽ കൊള്ളുന്ന പാകത്തിലുള്ള ഇതിനൊക്കെ അകത്തേക്ക് കൊള്ളാവുന്ന പാകത്തിലുള്ള കുറച്ച് കല്ലുകൾ ഇട്ടു. അപ്പോ ഈ ഒരു വലുപ്പം വരുന്ന കല്ലുകളാണ് ഇട്ടത്. ഒരു 8 ഇട്ടപ്പോഴേക്കും ഇത് നിറഞ്ഞില്ലേ? ഇനി ഇതിലേക്ക് കല്ലുകൾ ഇടാൻ പറ്റുമോ? ഇടാൻ പറ്റും. ചെറിയ കല്ലുകൾ ഇടാം, അത്ര ചെറുതല്ലാത്ത ഇതിന്റെ ഗ്യാപ്പിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ മെറ്റലുകൾ ഇടാം, ചെറിയ കല്ലുകൾ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ വീട്ടുമുറ്റത്ത് കിടന്ന കണ്ടിട്ടില്ലേ നിങ്ങൾ, പാറപ്പൊടി പോലുള്ള, എന്തായാലും പറയാൻ എനിക്കറിയില്ല, there is a word for that. ബേബി മെറ്റൽസ് നമുക്കിടാം. ചരൽക്കല്ലുകൾ.
ഓക്കെ, ബേബി മെറ്റൽസ് ഇടാം. പിന്നെ വേറെ നമുക്ക് അപ്പൊ അത് നിറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഇനി എന്തെങ്കിലും ഇടാൻ പറ്റുമോ? എംസാൻഡ് ഇവിടെ അത് ചെറിയ പൊടികൾ. സാൻഡ് ഇടാം. അതെ, ചെറിയ സാൻഡ്. സാൻഡ് ഇടാം, പൊടി ഇടാം, മണല് അല്ലേ, സാൻഡ് ഇടാം. ഉം. ബേബി മെറ്റൽ ഇട്ട് അപ്പൊ വീണ്ടും ഇടാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും ഇടാൻ പറ്റുമോ? വാട്ടർ, വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കാം. വെള്ളം വാട്ടർ വെള്ളം വെള്ളം ഒഴിക്കാം. ഒഴിക്കുക അല്ലെ, വെള്ളം ഒഴിക്കുക. അപ്പോൾ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കണം ഇതിന്റെ ഓർഡർ എങ്ങനെയാണ്. ആദ്യം വെള്ളം ഒഴിച്ചിരുന്നെങ്കിൽ പിന്നെ കല്ലിടാൻ പറ്റുമോ? നോ. കല്ലിട്ടാൽ വെള്ളം പുറത്തേക്ക് പോകും അല്ലേ? ആ, ഓക്കെ. ആദ്യം മണ്ണിട്ടിരുന്നെങ്കിൽ പിന്നീട് കല്ലിടാൻ പറ്റുമോ? നോ. ആദ്യം ബേബി മെറ്റൽ ഇട്ടിരുന്നത്. അപ്പൊ ഇതിന് എപ്പോഴും ഒരു ഓർഡർ ഉണ്ട്. ലൈഫിലും ഇത് തന്നെയാണ് അവസ്ഥ. ഇതൊരു ദിവസം, ഈ ജാർ കാണിക്കുന്ന ഒരു ദിവസത്തെയാണ്, 24 മണിക്കൂറിനെയാണ്. ആ ഒരു 24 മണിക്കൂറിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യത്തെ 12 മണിക്കൂറിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ജോലികളാണ്. ഏറ്റവും വലുത്, ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ ചെയ്യേണ്ടതും ഇപ്പോൾ ചെയ്യേണ്ടതുമായ ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്കുകൾ, മേജർ ടാസ്ക് എന്ന് പറയും. ഒരു ദിവസം നിങ്ങൾ ചെയ്യേണ്ട മേജർ ടാസ്കുകൾ ആദ്യത്തെ 12 മണിക്കൂറിൽ നിങ്ങൾ ചെയ്തു തീർക്കുക. അതിനുശേഷം മാത്രമേ പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇത് ചെയ്തു തീർത്തതിന് ശേഷം 12 മണിയാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യത്തെ പ്രധാനപ്പെട്ട ടാസ്കുകൾ ചെയ്തു തീർത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ചെയ്യുക. അതിനുശേഷം അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ചെയ്യുക. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ട തീരെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത സാധനങ്ങളായിരിക്കാം. അത് വൈകുന്നേരം എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാം. കോടെ അത് കൊണ്ടുപോയിട്ട് രാവിലെ തന്നെ എടുത്ത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് പോകും. റെജിന ഫാറൂഖ്, മനസ്സിലായോ? ചെയ്യേണ്ട കാര്യങ്ങൾ ടൈം ഇല്ലാത്തത് കൊണ്ടല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. വെറുതെ ഇരിക്കുന്നത് അതും ഒരു പ്രവൃത്തിയാണ്. ഐ റൈറ്റ്? പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത പ്രവൃത്തിയാണ്. അതൊരിക്കലും ആദ്യം ചെയ്യാൻ നിൽക്കരുത്. സോ സെറ്റ് എ കൾച്ചർ, ഒരു കൾച്ചർ സെറ്റ് ചെയ്യണം. വാട്ട് ഐ ഷുഡ് ഡു ഇൻ ദ ഫസ്റ്റ് പ്ലേസ്, പ്രാധാന്യം നോക്കിയിട്ട് ചെയ്യുക. ഇറ്റ്സ് എ വെരി സിമ്പിൾ ലോജിക്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്. അടുത്തത് ഗുഡ് വർക്കിംഗ് ഹാബിറ്റ്. വെൻ യു ഫേസ് എ പ്രോബ്ലം, സോൾവ് ഇറ്റ് ദെൻ ആൻഡ് ദെയർ. അതാണ് അടുത്ത പോയിന്റ്. നോട്ട് ചെയ്ത് വെച്ചു. വെൻ യു ഫേസ് എ പ്രോബ്ലം, സോൾവ് ഇറ്റ് ദെൻ ആൻഡ് ദെയർ. നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് നീട്ടി വെക്കരുത്, അത് അപ്പം തന്നെ സോൾവ് ചെയ്യുക. പ്രത്യേകിച്ച് എന്തായിരിക്കണം, ഇഫ് യു ഹാവ് ദ ഫാക്ട്സ് നെസസറി ടു മേക്ക് എ ഡിസിഷൻ, ഡോണ്ട് കീപ് പുട്ടിംഗ് ഓഫ് ഡിസിഷൻ. അതായത് നിങ്ങൾക്ക് കുറച്ച് അറിവ്, കുറച്ച് ഈ ഒരു തീരുമാനം എടുക്കാനുള്ള വേണ്ടത്ര ഇൻഫർമേഷൻ നിങ്ങളുടെ കയ്യിലായി, വേണ്ടത്ര റിസോഴ്സ് നിങ്ങൾക്കുണ്ട് ഒരു കാര്യം ചെയ്യാൻ. അപ്പൊ ഇമ്മീഡിയറ്റ്ലി അത് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് അപ്പം തന്നെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ സോൾവ് ചെയ്യാം. ഡോണ്ട് പോസ്റ്റ് പോൺ. അതിന്റെ ഇമ്പോർട്ടൻസ് നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്, പക്ഷെ വെറുതെ പോസ്റ്റ് പോൺ ചെയ്യരുത്. ഒരു ഡിസിഷൻ എടുക്കാനുള്ളതാണ് എങ്കിൽ ആ തീരുമാനം എടുക്കേണ്ട ഒരു കാര്യമാണ്. അതിനുള്ള ഇപ്പോൾ ഫോർ എക്സാമ്പിൾ EFT കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണം. ഓക്കെ, കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ക്യാഷ് നിങ്ങളുടെ അടുത്തുണ്ട്. ജോയിൻ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി. അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി. നോ ഡൗട്ട്, ഇമ്മീഡിയറ്റ്ലി ജോയിൻ ചെയ്ത് അത് ക്ലിയർ ചെയ്തു. യു ജസ്റ്റ് ക്ലിയർ ദാറ്റ്. മനസ്സിലാവുന്നുണ്ട്? ആ പ്രോബ്ലം അവിടെ സോൾവ് ചെയ്യും. whenever problems or arises, you take the decision immediately and solve that decision. പക്ഷെ അത് ഹൈലി ഇമ്പൾസീവ് ആയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത്. എപ്പോഴും ചെയ്യേണ്ടത് എന്തായിരിക്കണം, റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. എന്താ റൈറ്റ് ആയിട്ടുള്ള കാര്യം? റൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഇറ്റ്സ് റെലവൻസ്. ആ സമയത്ത് സമയം നോക്കണം. ആ സമയത്ത് ഞാൻ ഇത് ചെയ്യേണ്ടതാണോ, ഇതിപ്പോ തന്നെ ചെയ്യേണ്ടതാണോ, നിർബന്ധമായിട്ട് ഇപ്പൊ ചെയ്താൽ ഒരുപാട് ഗുണമുണ്ടോ, ഇപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ ഒരുപാട് നഷ്ടമുണ്ടാകുമോ, ഇപ്പൊ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അത് ചെയ്യേണ്ടതാണെങ്കിൽ ഇമ്മീഡിയറ്റ് ബേസ്ഡ് ഓൺ ദ റെലവൻസ് ഇമ്മീഡിയറ്റ്ലി സോൾവ് ഇറ്റ്. അധികം ആൾക്കാർ ചെയ്യുന്ന കാര്യം നീട്ടിവെക്കുന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് അപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ഈസിയാണ്, ആവശ്യമില്ല, നീട്ടിവെക്കേണ്ട ആവശ്യമില്ല, നമുക്കത് ചെയ്യാനുള്ള സമയമുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഫിനിഷ് ഇറ്റ് റൈറ്റ് ദെയർ. അത് നമുക്ക് പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ നീട്ടിവെക്കരുത്. മനസ്സിലായോ? ചിലത് റെലവൻസ് ഇല്ലെങ്കിലും അപ്പൊ ചെയ്ത് തീർക്കാവുന്ന ഒരു കാര്യമാണെങ്കിൽ അതിനുള്ള ടൈം ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ചെയ്യാം. അതായത് അപ്പോൾ അത് ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ള വർക്കുകളെ അത് ബാധിക്കില്ല, നമ്മളുടെ മറ്റു പല കാര്യങ്ങളെയും അത് ബാധിക്കില്ല എന്നൊന്ന് അനലൈസ് ചെയ്യുക.
സാധാരണക്കാരും വിജയിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം, സാധാരണക്കാർ ഇതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാനും ചിന്തിക്കാനും സമയം കൊടുക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞിരുന്നു, ചിന്തിക്കാനുള്ള കഴിവാണ് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത്, മനുഷ്യനെ വിജയിയാക്കുന്നത്. സോ യൂസ് യുവർ ബ്രെയിൻ, തിങ്ക്, ഗിവ് ഇനഫ് ടൈം, തിങ്ക് അബൌട്ട് ഇറ്റ്. എന്നിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യുക, ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. യൂസ് യുവർ ടൈം ആൻഡ് തിങ്ക് ആൻഡ് ടേക്ക് എ ഡിസിഷൻ പ്രോപ്പർ. ഇവിടെ എനിക്ക് ഭയങ്കര രസകരമായ ഒരു കാര്യമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട്. അബ്ദുള്ള കുട്ടി സാർ, എടപ്പാളിൽ നിന്ന്, ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? ഗുഡ് മോർണിംഗ് സാർ. എവിടെ സ്ഥലം? എടപ്പാളാണ്. എടപ്പാളാണ്. എന്താ ചെയ്യുന്നത്? വണ്ടിയിലാണ്. ഞാൻ അതാ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്. ജോലി ചെയ്യുന്നത് ഓട്ടോയിലാണ് അല്ലേ? അപ്പൊ ക്ലാസ് ഓട്ടോയിൽ തന്നെയാണ്. ഓട്ടം തുടങ്ങിയോ? ഇല്ല, ഞാനിന്ന് വണ്ടിയിൽ കയറിയാണ് പോണം. അപ്പൊ വഴിക്ക് നിർത്തിയതാണ്. എന്നിട്ട് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോയിന്റ്സുകൾ നോട്ട് ചെയ്യണം. അപ്പൊ ഓരോന്ന് പ്ലാൻ ചെയ്യണം. സോ ഐ എം റിയലി ക്യൂരിയസ്, വാട്ട് ഈസ് യുവർ നിങ്ങൾക്ക് എന്തെങ്കിലും ഗോളുകളുണ്ടോ, ആഗ്രഹങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ആഗ്രഹങ്ങളുണ്ട്. വെരി ഗുഡ്. അപ്പോൾ ഇപ്പൊ ഈ ഓട്ടോ ഓടിച്ചാണ് വരുമാനം ഉണ്ടാക്കുന്നത് അല്ലേ? ഓട്ടോ ഉണ്ട്, പിന്നെ ഒരു മാർക്കറ്റിംഗ് ഉണ്ട്, ഡയറക്ട് സെല്ലിംഗ് ഉണ്ട്. ഓക്കെ. സോ ലൈഫിൽ വലിയൊരു മാറ്റം കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? വെരി ഗുഡ്. ഐ എം റിയലി എക്സൈറ്റഡ് ഫോർ യു. തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ ഈ ഓടിക്കുന്ന വാഹനം മാറി വലിയ രീതിയിലേക്ക് ബിസിനസ് ചെയ്യുന്ന, കാര്യങ്ങൾ ചെയ്യുന്ന ഉഷാറായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നത് എനിക്ക് കാണണം. ഓക്കെ, ഐ എം റിയലി എക്സൈറ്റഡ്. സോ ദിസ് ഈസ് കോൾഡ് ഡെഡിക്കേഷൻ. മനസ്സിലാവുന്നുണ്ട്? ഈ ഒരു ഡെഡിക്കേഷൻ, നമ്മുടെ സിറ്റുവേഷൻ ഏതാണെങ്കിലും ആ സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ നല്ല രീതിയിലേക്ക് സ്വപ്നം കണ്ട് നമ്മൾ ആ ഒരു വലിയൊരു ബെറ്റർ ലൈഫിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുക. സോ ഇവിടെ വേണ്ടത് ഈ അനാലിസിസ് തിങ്കിങ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. എന്താണ് അനാലിസിസ് തിങ്കിങ്? വെൻ യു ഫേസ് എ പ്രോബ്ലം, യു തിങ്ക് അബൌട്ട് ദ റെലവൻസ്. അതിപ്പോൾ സോൾവ് ചെയ്യാൻ ചെയ്യേണ്ടതാണോ, നിർബന്ധമായിട്ട് സോൾവ് ചെയ്യേണ്ടതാണോ എങ്കിൽ ഇമ്മീഡിയറ്റ്ലി സോൾവ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, റെലവൻസ് ഇല്ല പക്ഷെ സോൾവ് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല, നമ്മൾ അതിനു വേണ്ടി ടൈം മാറ്റി വെക്കുന്നതുകൊണ്ട് നിലവിലുള്ള മറ്റുള്ള വർക്കുകളൊന്നും ബാധിക്കില്ല എങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആ പ്രോബ്ലം അവിടെ സോൾവ് ചെയ്ത് പോവുക. ഇത് അവയർനെസ്സിലേക്ക് കയറ്റുക. നമ്മളുടെ പലരുടെയും പ്രശ്നം ഇതാണ്, എന്ത് വെച്ചാൽ സോൾവ് ചെയ്യില്ല, അത് നീട്ടി വെക്കും. കാരണം നമുക്കത് സോൾവ് ചെയ്യാൻ താല്പര്യമില്ല, അത് ഇഷ്ടമില്ല. കുറച്ച് കണ്ട് ചെയ്യാം, പിന്നെ ചെയ്യാം, അത് പിന്നെ ചെയ്യാം. അങ്ങനെ ചെയ്യാതെ സോൾവ് ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി വെച്ച് അന്ന് തീർക്കാതെ കുമിഞ്ഞുകൂടി. So what happens that weeks? So whenever you finish, you get satisfaction. നിങ്ങൾ ഓരോ ജോലി ചെയ്തു തീർക്കുമ്പോഴും നിങ്ങൾക്കൊരു ഡോപ്പമൈൻ എഫക്റ്റ് കിട്ടും. യു വിൽ ഗെറ്റ് എ സാറ്റിസ്ഫാക്ഷൻ പോയിന്റ്. നിങ്ങൾ അറിയാതെ അൺകോൺഷ്യസ്ലി നിങ്ങൾക്കൊരു ബോണസ് പോയിന്റ് കൊടുക്കും. നിങ്ങളുടെ ജോലി എന്തായിക്കോട്ടെ, ജോലി നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്ത് തീർക്കുക, നിങ്ങൾക്ക് എന്ത് കിട്ടും? സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഓട്ടോമാറ്റിക്കലി ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. സോ ടുഡേയ്സ് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി എഴുതുക. ആ എഴുതുന്ന കാര്യങ്ങൾ ഓരോന്നും പോയിട്ട് ഇറങ്ങിപ്പോയി ചെയ്യുക. ചിലപ്പം എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനായിരിക്കും. ഗോ ആൻഡ് പർച്ചേസ് ദാറ്റ് ആൻഡ് കം ബാക്ക് ആൻഡ് ടിക്ക് ഇറ്റ്. ഓക്കെ, ഗോ ആൻഡ് പർച്ചേസ് ആൻഡ് കം ബാക്ക് ആൻഡ് ടിക്ക് ഇറ്റ്. ഞാൻ കുറച്ചുകൂടി അത് ഇൻട്രസ്റ്റിംഗ് ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു 4 ഐ വിൽ ഷോ യു സംതിങ് whenever you do it. So take a I will show you. You take this is my black pen. എൻ്റെ ടു ഡു ലിസ്റ്റ് ഞാൻ എഴുതുന്നത് ഇതിലുണ്ടാണ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് മൈ റെഡ് ഇങ്ക്. ഇത് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുക, ടിക്ക് ഓഫ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് മൈ ഗ്രീൻ പെൻ. ഇത് വെച്ചിട്ട് ഞാൻ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ ഞാൻ ഹൈലൈറ്റ് ചെയ്യും. ഇതിലേതാണോ ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഞാൻ മാർക്ക് ചെയ്യും. സ്പെഷ്യലായിട്ട് മാർക്ക് ചെയ്യേണ്ട സാധനങ്ങളുണ്ടാവും. എന്തെങ്കിലും കാര്യങ്ങൾ സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്യാൻ മാർക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഐ വിൽ ഹൈലൈറ്റ് ഇറ്റ്. ഇതിന് പുറമെ there is another highlighter. What happens whenever you do this? It will become a game for your mind. നിങ്ങളുടെ മൈൻഡിന് എന്താ ഒരു ഗെയിമായി മാറും. Make it more interesting, whatever that you do. Make it more engaging. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ബ്ലാക്ക് പെന്നോട് എഴുതും, നിങ്ങൾക്കത് ബ്ലാക്ക് ആവാം, ബ്ലൂ ആവാം, ഇറ്റ്സ് അപ് ടു യു. ദെൻ റെഡ് കൊണ്ട് നിങ്ങൾ ടിക്ക് ചെയ്യുക. എല്ലാ ടാസ്കുകളും നമ്പർ വെച്ചിട്ട് എഴുതുക.
ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ചെയ്ത് തീർത്ത് പോവുക. ഒരു നോട്ട്ബുക്കിൽ നോർമലായിട്ട് എടുക്കുക. ഫോണിൽ എഴുതി വെക്കുന്ന പരിപാടി നിർത്തുക, ടാബിൽ എഴുതി വെക്കുന്ന പരിപാടി നിർത്തുക. റൈറ്റ് ഇറ്റ് ഇൻ എ നോർമൽ നോട്ട്ബുക്ക് ആൻഡ് റൈറ്റ് ഡൗൺ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഗോ ആൻഡ് ഡു ഇറ്റ് ആൻഡ് കം ബാക്ക് ആൻഡ് ടിക്ക്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ദാറ്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ലൈക്ക് റിയലി ഹൈ. ഭയങ്കര കിക്ക് നൽകുന്ന ഒരു കാര്യമാണ്. സോ ഡു ദാറ്റ്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഫോർത്ത് വൺ, ലേൺ ടു ഓർഗനൈസ്, ഡെപ്യൂട്ടൈസ് ആൻഡ് സൂപ്പർവൈസ്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഓർഗനൈസ് ചെയ്യണം. നമ്മൾ എപ്പോഴും എന്ത് ചോദിച്ചാൽ ഓർഗനൈസ് ചെയ്യുക. ഈ ഓർഗനൈസിംഗ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പ്ലസ് സൂപ്പർവൈസ്. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നമ്മളെ തന്നെ ഒന്ന് നിരീക്ഷിക്കുക. ഇടയ്ക്ക് ഇരുന്നിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാവുന്നുണ്ടോ? നമ്മളുടെ ടാസ്കുകൾ പലപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചിലതൊക്കെ എന്താ വെച്ചാൽ മറ്റുള്ളവരെ ഏൽപ്പിക്കാൻ പറ്റും, ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും, മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? അത് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്നൊന്ന് വാച്ച് ചെയ്യാം. ഓൾവേസ് രാത്രിയാകും, വൈകുന്നേരം ആകുമ്പോഴേക്കും ബുക്ക് ഇന്നത്തെ ടാസ്കുകളൊക്കെ തീർന്നു, ഒന്ന് ചെക്ക് ചെയ്യാം. ദിസ് ഈസ് എ പ്രാക്ടീസ്. എഴുതിക്കോളൂ. നേരത്തെ പ്രാക്ടീസ്, ഡെയിലി എവറിഡേ പ്രാക്ടീസ് പറഞ്ഞില്ലേ, ടു ഇംപ്രൂവ് മൈ ഐഡിയൽ വർക്ക് ലൈഫ്. സോ അതിലേക്ക് എഴുതി വെക്കുക. ഓൾവേസ് പ്രോഗ്രസ് ചെക്കിങ്, എവറിഡേ പ്രോഗ്രസ് ചെക്കിങ് നടത്തുക. ഇന്ന് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. യു ഹാവ് ടു ഡു ദിസ്. വെറുതെ ഒന്നും കിട്ടൂല. ഒരു കാര്യം മനസ്സിലാക്കുക, വെറുതെ ചുമ്മാ ഈസി ആയിട്ട് ഒന്നും കിട്ടൂല. പണിയെടുത്തേ പറ്റും. പണിയെടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആവണം. ഓക്കെ, റെഡിയാണോ? എഫോർട്ട് ഇടാൻ റെഡി ആവുക. അങ്ങനെ എഫോർട്ട് ഇട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതിനിടയിൽ ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യും, അടിച്ചു പൊളിക്കും, ആസ്വദിക്കും, പാട്ട് പാടും, ലൈക്ക് ഡാൻസ് ചെയ്യും, കളിക്കും, എൻജോയ് ചെയ്യും, ട്രിപ്പ് പോകും, വൈബാക്കും, എല്ലാം നടക്കും. എ ലൈഫ് ഫുൾ ഓഫ് ആക്റ്റീവ്നെസ്, എക്സൈറ്റ്മെന്റ്, എൻജോയ്മെന്റ്, ത്രിൽ. ഈ ജോലിയെയും ഈ ടാസ്കുകളെയൊക്കെ കാണേണ്ടത് നിങ്ങൾ പ്രോ ആക്റ്റീവായിട്ട് ചലഞ്ചുകൾ സെറ്റ് ചെയ്യുന്നതാണ്. പ്രോ ആക്റ്റീവായിട്ട് ചലഞ്ചുകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബ്ലംസും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് വന്ന് കുമിഞ്ഞുകൂടും, നിങ്ങളുടെ കംപ്ലീറ്റ്ലി നെഗറ്റിവിറ്റിയിലേക്കും സ്ട്രെസ്സിലേക്കും പോകും. ഈതർ വേ ദ ലൈഫ് ഈസ് ഹാർഡ്. ഇത് ചെയ്യാൻ കുറച്ച് പ്രയാസം തോന്നും. യെസ്, ഇറ്റ് ഈസ് ഹാർഡ്. പക്ഷെ ദ റിസൾട്ട് ഈസ് അമേസിങ്. ഇത് ചെയ്തില്ലെങ്കിലോ? ഇല്ലെങ്കിലും ഹാർഡാണ് അല്ലേ? നമുക്ക് അങ്ങനെ കിടന്നുറങ്ങാൻ പറ്റുമോ? ഇല്ലല്ലോ. കണ്ണടച്ച് കിടന്ന് അങ്ങനെ ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. ഇനി ഉറങ്ങുകയാണെങ്കിലോ 8 മണിക്കൂർ 10 മണിക്കൂർ ഉറങ്ങി 8 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടുതൽ 10 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങിയാൽ അത് ഹാർഡാണ്. അത് അസുഖമായി മാറും, ബുദ്ധിമുട്ടായി മാറും. വെറുതെ ഇരുന്നാലും ഹാർഡാണ്. എവറിത്തിങ് ഈസ് ഹാർഡ്. ദ തിങ് ഈസ് ലൈക്ക് യു ചൂസ് ദ റൈറ്റ് ഹാർഡ്. മോസ്റ്റ് റിവാർഡിങ് ഹാർഡ്. ഏറ്റവും കൂടുതൽ നല്ല റിസൾട്ട് നൽകുന്ന ഏറ്റവും ആ പ്രയാസം സെലക്ട് ചെയ്യുക. എവറിത്തിങ് ഈസ് ലൈഫിന്റെ നമ്മളെ പറയുന്നത് ലൈഫ് ഹാർഡാണ് എന്ന് പറഞ്ഞ നെഗറ്റീവ് വേർഡ് പറയല്ല. ഞാൻ പറയുന്നത് ലൈഫ് ആക്ച്വലി ഈസി ആക്കാൻ പറ്റും. നമുക്ക് ഈസി ആക്കാൻ പറ്റും. അതെങ്ങനെയാണ്? നമ്മുടെ ലൈഫിനെ ഈസിയാണ് എന്ന് പറഞ്ഞ് ഫീൽ ചെയ്ത് നമ്മൾ അതിലേക്ക് എത്തണം. പക്ഷെ ദർ ഇസ് എ റിയാലിറ്റി. നമുക്ക് തോന്നും ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാമെന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ഹാർഡ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് ചെയ്യാതിരിക്കുന്നതും ഹാർഡ് തന്നെയാണ്. ശരിയല്ലേ? ഡു യു അഗ്രി വിത്ത് മീ? ഇഫ് യു അഗ്രി വിത്ത് മീ ജസ്റ്റ് കമന്റ് ഡൗൺ. H ഒന്ന് കമന്റ് ചെയ്യാം. Just comment down H. Okay, just comment down. Yes or no? നമ്മൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാം ഹാർഡാണ്. അപ്പൊ എല്ലാ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് ചൂസ് ദ റൈറ്റ് വൺ, റൈറ്റ് ഹാർഡ്. ലൈഫിൽ നമ്മൾ എന്താ വെച്ചാൽ അപ്പം എല്ലാം പ്ലാൻ ചെയ്യുക, എല്ലാം പണിയെടുക്കുക, എല്ലാം എഫോർട്ട് എടുക്കുക, ട്രാക്കിലേക്ക് കൊണ്ടുവരിക. ഇത് വീണ്ടും പഠിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ പുഷ് യുവർ സെൽഫ്, യു കം ബാക്ക് ടു ദ ട്രാക്ക് അഗെയിൻ ആൻഡ് അഗെയിൻ. ബുക്ക് വായിക്കുന്നത് ഹാർഡാണ്. ബട്ട് എനി വർക്ക് നമ്മുടെ മൈൻഡിലേക്ക് സ്പെസിഫിക് ആയിട്ട് ഞാൻ അത് ഇങ്ങനെ ചെയ്യും എന്നുള്ള പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ, മൈൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഡു ദാറ്റ് വർക്ക്. ഇറ്റ്സ് ഓൾ മാനേജബിൾ. അമേരിക്കൻ പ്രസിഡന്റ് ആവുന്ന വെറുതെ എന്നല്ല, സിഇഒമാർ സിഇഒ ആവുന്ന വെറുതെ അല്ല, വലിയ അച്ചീവ്മെന്റ് അവർ നേടുന്ന വെറുതെ അല്ല. ദേ ട്രെയിൻ ദെയർ മൈൻഡ്, they are disciplined, they are working really, they are putting efforts. പണിയെടുക്കുന്നവർക്ക് റിവാർഡ് ഉണ്ട്. പണിയെടുക്കാതെ എങ്ങനെയെങ്കിലും ഉടായ്പയുടെ കാര്യം നടക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കൂല. ബായ്. മനസ്സിലാവുന്നുണ്ടോ? Put your effort, change your life.
എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ സെഷൻ? അവസാനിക്കാൻ പോകണം. പറഞ്ഞതുപോലെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത എത്ര ഉണ്ടെങ്കിൽ അടുത്ത ബാച്ചിലേക്ക് വേണ്ടി ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യുക. അതിന് ഏർലി ബേർഡ് ഓഫർ ഉണ്ട്. യു ക്യാൻ ഗെറ്റ് ദ ഏർലി ബേർഡ് ഓഫർ റൈറ്റ് നൗ. ബുക്ക് ദാറ്റ് ആൻഡ് ഓക്കെ. താങ്ക് യു. പിന്നെ 2-ാം തീയതി ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാം. ലോ ഓഫ് അട്രാക്ഷൻ പ്രോഗ്രാം ആണ്. ഇന്നലെ ക്ലാസ് എടുത്ത ഷഹില മാം ആണ് ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്. സോ അറ്റൻഡ് ദാറ്റ് വർക്ക്ഷോപ്പ്. ലോ ഓഫ് അട്രാക്ഷൻ പ്രോഗ്രാം ആണ്. അടിപൊളിയായിരിക്കും. ഷൈലയുടെ പ്രോഗ്രാം ആണ്. ഇറ്റ്സ് എ ഡിഫറെന്റ് പ്രോഗ്രാം. ഓക്കെ. സോ പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? വാസ് ഇറ്റ് യൂസ്ഫുൾ? ഓൺലൈൻ ആണ്. യെസ്, എല്ലാ കോഴ്സും ഇപ്പോൾ ഓൺലൈൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓഫ്ലൈൻ വരുന്നുണ്ട്. അമേസിംഗ് സെഷൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നെറ്റ്വർക്ക് ചെയ്യുന്നു. ലീഡർ വളരെ പ്രഷർ തരുന്ന ലീഡറാണ്. എന്നിട്ട് പറയും നിന്റെ ഗ്രോത്തിന് ഞാൻ പ്രഷർ ചെയ്യുന്നതാണെന്ന്. ഐ ഡോണ്ട് ലൈക്ക് ഓവർ പ്രഷർ. ഫാരിസ്, എന്തുകൊണ്ടാണ്? ഹീൽ ചെയ്യണം. എത്ര പ്രഷർ നമ്മൾ എൻജോയ് ചെയ്യും ഫാരിസ്? പ്രോബ്ലം എന്താ വെച്ചാൽ നമുക്ക് പ്രഷർ എൻജോയ് ചെയ്യാൻ കഴിയാത്തതിന്റെ കാരണം നമ്മൾ ഹീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഹീലിംഗ് നടക്കണം. ഹീലിംഗ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഷിഫ്റ്റ് ആവും. ഇന്നർ വിഷൻ ഷിഫ്റ്റ് ആവേണ്ടതുണ്ട്. നിങ്ങളുടെ ഇന്നർ വിഷൻ ഷിഫ്റ്റ് ആവേണ്ടത്. ദാറ്റ് മീൻസ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഷിഫ്റ്റ് ആവേണ്ടത്. ഷിഫ്റ്റ് ആയി കഴിഞ്ഞാൽ പ്രഷർ വരുമ്പോൾ പറയും തന്നോ എന്ന് പറയും. എത്ര വേണമെങ്കിലും തന്നോ നിങ്ങൾ പറയും. ആ ലെവലിലേക്ക് നിങ്ങൾ എത്തും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് ചെയ്യണം. ഫാരിസിന്റെ അടുത്ത് തന്നെ. അപ്പൊ അത് നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഹീലിംഗ് ചെയ്യുക. കം വിത്ത് അസ് ആൻഡ് ഹീൽ യുവർ സെൽഫ്. തെറാപ്പിയിലൂടെ കടന്നു പോവുക. നെക്സ്റ്റ് ബാച്ചിൽ എന്തായാലും വരണം കേട്ടോ. ഹൈദരലി സാഹിബ് പറഞ്ഞു സൂപ്പർ സെഷൻ. താങ്ക് യു സോ മച്ച്. യൂസ്ഫുൾ. നൈസ് ക്ലാസ്. ഫസ്റ്റ് ടൈം ആണ് ക്ലാസ്. ഓക്കെ. ഐ ഡോണ്ട് നോ വാട്ട്സ് യുവർ നെയിം. ഇവിടെ എഴുതി കാണിക്കുന്നത് ഖുലൂദ എന്നാണ് എഴുതി കാണിക്കുന്നത്. ഐ ഡോണ്ട് നോ കറക്റ്റാണ് ഞാൻ വായിച്ചത്. പറ്റുമെങ്കിൽ എന്താ ചെയ്യുക, നമ്മുടെ എല്ലാ ക്ലാസ്സിലും ഇരിക്കുക. ഓക്കെ. പ്രോഗ്രാമിലേക്ക് വരിക. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വിളിക്കാം. നാളെ ഒരു 3 ഫ്രണ്ട്സിനെ നിങ്ങളൊന്ന് ഇൻവൈറ്റ് ചെയ്യാം കേട്ടോ. നാളത്തെ പ്രോഗ്രാമിലേക്ക്. അടിപൊളി പ്രോഗ്രാമാണ് നാളെ. കം ടു ദ പ്രോഗ്രാം. ഓക്കെ. നെയിം ഖുലൂദ്. ഐ ഡോണ്ട് നോ ഹൗ. യെസ്, പറഞ്ഞോളൂ. കേൾക്കുന്നില്ല വിൻസി കേൾക്കുന്നില്ല. സാറുമായിട്ട് സംസാരിക്കാൻ പറ്റുമോ കുറച്ച് സമയം? എങ്ങനെ? ഞാൻ ഈ എഫ്സിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. എന്നായിട്ട് സംസാരിക്കാൻ പറ്റുമെന്നുള്ളതല്ലേ? തീർച്ചയായിട്ടും സംസാരിക്കാം. ഡോണ്ട് വറി. നമുക്ക് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കാം. പക്ഷെ ഒരു 2-3 ഡേയ്സ് ഞാൻ എൻഗേജ്ഡ് ആണ്. കുറച്ച് പേർക്ക് കുറച്ച് ഇതേപോലെ എൻഗേജ്മെന്റ് കൊടുത്തതുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും സംസാരിക്കാം കേട്ടോ. ഓക്കെ. താങ്ക് യു. EFTയിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നായിട്ട് 1-to-1 സംസാരിക്കാനുള്ള അവസരമുണ്ട്. സോ ഡോണ്ട് വറി. നിങ്ങൾ എന്ത് ചാലഞ്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ഔട്ട് ചെയ്തിട്ട് പോകാൻ പറ്റും കേട്ടോ. സോ താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ. ഞാൻ പഠിച്ചു പൊളിക്കുക കേട്ടോ. നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകട്ടെ. താങ്ക് യു. എല്ലാവരും ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക, പറയാം. Thank you so much for this class. Thank you so much for this. Thank you, sir. Thank you so much. Okay, thank you. Thank you, sir. Thank you, sir. Thank you. Thank you. Thank you. Thank you so much. Thank you. Have a great day.